ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസ്. കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോണത് ഒരുപാട് പേര് ചോദിച്ചാണ് വാഹനമാണ്. ഞാൻ കുറച്ച് നാളുകളായിട്ട് ഈ വാഹനം നമ്മുടെ ചാനലിൽ കൂടി പരിചയപ്പെടുത്തുന്നുണ്ടായില്ല. കാരണം ഇത് കുറച്ച് ഡിമാൻഡ് കൂടുതലുള്ള വാഹനമായതുകൊണ്ടാണ് പരിചയപ്പെടുത്താത്തത്. വാഗണാറാണ്, 2012 മോഡൽ വാഗണാർ VXi ആണ് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഒന്ന് പരിചയപ്പെടുത്താൻ പോണത്. സ്വാഭാവികമായിട്ടും പെട്രോൾ വേരിയൻ്റ് ആണ്. പിന്നെ ഇതിൻ്റെ കിലോമീറ്റേഴ്സും അതേപോലെ റേറ്റും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൂടി തന്നെ വിശദമായി നിങ്ങളിലേക്ക് പറയുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ എക്സ്ചേഞ്ച് ചെയ്യാമെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു പഴയ വാഹനമാണ് ഇരിക്കണം, അത് എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്പറിനകത്തേക്ക് വിളിക്കാം. വാഹനം തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തിട്ട് ബാക്കി പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. ഇനി ലോൺ വേണമെങ്കിൽ ലോൺ ഫെസിലിറ്റിയും ഷോറൂമിൽ നിന്ന് ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ആ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിലും താഴെ നമ്പറിനകത്തേക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിനി പറഞ്ഞ് നേടുന്നില്ല, നമുക്കിനി ഈ വാഗണാറിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ കണ്ടുവരാം, ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് മാരുതി വാഗൺ ആർ. അപ്പോൾ മാരുതി വാഗൺ ആറിൻ്റെ ഇത് 2012 മോഡൽ VXi എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അപ്പോൾ ഈ വാഹനത്തിന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഴയ വാഗൺ ആറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബോഡി ഷേപ്പിലൊക്കെ ഒരുപാട് വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. നമ്മൾ 2010 പകുതിയോടുകൂടി തന്നെ വാഗൺ ആറിൽ അത്യാവശ്യം ബോഡി ഷേപ്പ് വ്യത്യാസങ്ങൾ, ന്യൂ ഷേപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവിടെ എടുത്ത് പറയാം. അതുകൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ കാണാം. വളരെ കുറച്ചും കൂടി വീതി കൂട്ടിയിട്ടാണ് ഇതിൻ്റെ റൂഫ് റെയിലും കാര്യങ്ങളൊക്കെ വന്നേക്കണം. അതേപോലെ ബാക്ക് സൈഡ് VXi വേരിയൻ്റ് ആയതുകൊണ്ട് നമുക്ക് റിയർ വൈപ്പേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കുന്ന വാഹനം തന്നെയാണ് ഈ ഒരു വാഗൺ ആറ്. അപ്പോൾ ഇതിൻ്റെ വേറെ എടുത്ത് പറയേണ്ട കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അലോയ് വീൽസൊക്കെ വളരെയധികം ഭംഗിയുള്ള നമുക്ക് കാണാം. പ്രത്യേക ഡിസൈൻ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അലോയ്സ് വന്നേക്കണം. കൂടാതെ തന്നെ സൈഡ് പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ കാണാം. എക്സ്ട്രാ ആയിട്ട് നമുക്ക് റൂഫ് റെയിൽസ് മാത്രമല്ല, അതിൻ്റെ ഒപ്പം തന്നെ ആ ഒരു റെയിൻ ഗാർഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനൊപ്പം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടയറും അതുകൂടാതെ തന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലോസ് ലുക്ക് നമുക്കും ചെയ്തേക്കാം. ഇപ്പോൾ ടയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 60% ടയേഴ്സാണ് ഇവിടെ ബാക്കി നിൽക്കുന്നുള്ളൂ. ഇവിടെ നിൽക്കുന്ന നേരിട്ട് തന്നെ കാണാം. കൂടാതെ തന്നെ മനോഹരമായിട്ടൊരു അലോയ് വീൽസും കൂടെ കാണാൻ പറ്റും. ഫ്രണ്ട് ഭാഗം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫോഗ് ലാംപ്സ് കാര്യങ്ങളൊക്കെ കാണാം. അതുകൂടാതെ തന്നെ ഫ്രണ്ടിൽ ആ ഫോഗ് ലാമ്പ് സൈഡിലായിട്ട് നമുക്ക് ചെറിയൊരു ക്രോം ഫിനിഷിലൊരു ഇൻസേർട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലും നമുക്ക് ടയേഴ്സ് 60% ടയേഴ്സ് മാത്രമാണ് ഇവിടെ ബാക്കി നിൽക്കുന്നുള്ളൂ. കൂടാതെ തന്നെ നല്ല മനോഹരമായിട്ടുള്ള ഒരു അലോയ് വീൽസും കൂടെ കാണാം. സൈഡ് പ്രൊഫൈൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സൊക്കെ ആ ഒരു മിററിൽ തന്നെ വരുന്നുണ്ട്. കൂടാതെ നമുക്ക് റൂഫ് റെയിലിനൊപ്പം തന്നെ റെയിൻ ഗാർഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടെ കാണാം. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് പെട്രോൾ വേരിയൻ്റ് ആണ്. നമുക്ക് ഇതിൻ്റെ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ബാക്ക് സൈഡിലെ ടയേഴ്സിൽ കുറച്ചുകൂടി ഗ്രിപ്പ് നമുക്ക് കൂടെ പറയാം. ഒരു 70-75% ഗ്രിപ്പ് ബാക്കിൽ നമുക്ക് നിൽക്കുന്നുണ്ട്. റിയർ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ഡിഫോക്കർ കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് റിയർ വൈപ്പ് ഇൻറ്റീരിയേഴ്സാണ്. നമുക്ക് ഡാഷ്ബോർഡ് ആയാലും മിഡിൽ ആ ഒരു മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടെ ശ്രദ്ധിക്കാം. കമ്പനി സിസ്റ്റം തന്നെയാണ് ഇവിടെ വന്നേക്കണേ. കൂടാതെ നിങ്ങൾക്ക് ആ ഒരു ഓഡോമീറ്റർ കാര്യങ്ങളൊക്കെ കാണാം. അതുകൂടാതെ ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ കിലോമീറ്റേഴ്സ് എത്രയായി എന്നുകൂടി ഒന്ന് കാണിച്ചു തന്നേക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ കിലോമീറ്റേഴ്സ് എത്രയായി എന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാം. ഓക്കെ, ജസ്റ്റ് 73,000 കിലോമീറ്റേഴ്സ് മാത്രമാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. അതുകൂടാതെ നിങ്ങൾക്ക് AC കൺട്രോൾസ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. ഇനി റിയർ ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ സീറ്റ് ഒന്ന് ക്ലോസ് ലുക്ക് ചെയ്തേക്കാം. സീറ്റ് കണ്ടോ, ഒരു ക്ലോത്ത് ഫിനിഷിൽ വന്നേക്കുന്ന സീറ്റാണ്. റിയർ ഭാഗത്ത് നമുക്ക് ഇനി നമുക്കിതിൻ്റെ റിയർ സീറ്റ്, പാസഞ്ചർ സൈഡ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ന് നോക്കിയേക്കാം. ഇവിടെ നമുക്ക് പവർ വിൻഡോസിൻ്റെ ബട്ടൺ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. സീറ്റ് നോക്കിയിരുന്ന സീറ്റും ആ ഒരു ഫ്രണ്ടിൽ കണ്ട ആ സെയിം ഫാബ്രിക് തന്നെ വെച്ചിട്ടാണ് ഇവിടെ സീറ്റ് വന്നേക്കണം. ന്യായമായിട്ടുള്ള ലെഗ് സ്പേസ് നമുക്ക് വാഹനം നമുക്ക് തരുന്നുണ്ട്. കൂടാതെ ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്പ്ലിറ്റ് സീറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഫ്രണ്ടിൽ ഭാഗം നമ്മൾ നോക്കുമ്പോൾ വളരെ നീറ്റായിട്ട് തന്നെ ഇതിൻ്റെ റിയർ
ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ബൂട്ട് സ്പേസ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, എത്ര ശതമാനം സ്പേസ് ഉണ്ട്, നീറ്റാണോ ക്ലീൻ ആണോ, അങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ബൂട്ട് ഒന്ന് അൺലോക്ക് ചെയ്യണം. അൺലോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടെ കാണാം, കണ്ടോ, നല്ല ക്ലീൻ ആയിട്ട് ഇരിക്കുന്ന ഒരു ബൂട്ടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു മൾട്ടി സ്പ്ലിറ്റ് സീറ്റ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇതിൻ്റെ സ്പെയർ വീല് കാര്യങ്ങൾ ക്യാബിനൊക്കെ ഞാൻ കാണിച്ചു തന്നേക്കാം. ഇവിടെ നമുക്ക് അത്യാവശ്യം മോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ജസ്റ്റ് സർവീസ് ടയേഴ്സ് ഒന്ന് കാണിച്ചു തന്നേക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, അവർ വളരെ വൃത്തിയുള്ള ക്യാബിനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രിപ്പ് നമ്മൾ സർവീസ് ടയറിൻ്റെ ഗ്രിപ്പ് ഒക്കെ ആണെങ്കിൽ ഒരു 60% ഗ്രിപ്പ് നമുക്ക് സർവീസ് ടയേഴ്സിന് ബാക്കി നിൽക്കുന്നുണ്ട്. കൂടാതെ അതിൻ്റെ എഡ്ജ് ടു എഡ്ജ് വ്യൂ കൂടി ഞാൻ കാണിച്ചിരുന്നുണ്ട്. എല്ലാ ഭാഗവും നിങ്ങൾ വിശദമായിട്ട് നോക്കാം. നിങ്ങളിലേക്ക് അപ്ഡേറ്റ്സ് വേണം, നിങ്ങൾക്കത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടുതൽ ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്ത് ഓൾ എന്നുള്ള ആ ഒരു ബട്ടൺ ഉണ്ട്, അതുകൊണ്ട് ക്ലിക്ക് ചെയ്യണം. അത് നിങ്ങൾ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ കാണാൻ പറ്റും. അത് ഓൾ കൊടുത്താൽ മാത്രമാണ് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരില്ല. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒരുപാട് വൈകി പോകും, 2 ആഴ്ച 3 ആഴ്ചയൊക്കെ ആവും. അപ്പോഴത്തേക്കും വാഹനങ്ങൾ സെയിലായി പോയിട്ടുണ്ടാവും. അപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വന്നാൽ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ, ഓൾ. ഓക്കെ, ഇത്രയും ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ഈ ഒരു 2012 മോഡൽ വാഗണാർ VXI പെട്രോൾ വേരിയൻ്റിൻ്റെ 73,000 കിലോമീറ്റർ ഓടിക്കണം ഈ ഒരു വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ സംസാരിക്കാം. അതിനൊക്കെ മുമ്പ് തന്നെ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്യണമെങ്കിൽ വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സും പിന്നെ എൻ്റെ പേഴ്സണൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആ ലിങ്കിൽ കൂടി വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ക്ലിക്ക് ചെയ്ത് ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. ഇനി ഇതിൻ്റെ റേറ്റ് 2.98 lakhs ആണ്. 2,98,000 രൂപയുടെ ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. വീഡിയോ നമ്പറിനകത്തേക്ക് വിളിക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യണമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം. നിങ്ങളുടെ കയ്യിൽ വാഹനമുണ്ട്, നിങ്ങൾക്ക് സെയിൽ ചെയ്യണമെങ്കിൽ ആ ഫെസിലിറ്റിയും ഇവിടെ അവൈലബിൾ ആണ്. വാഹനം പാർക്ക് ആൻഡ് സെൽ ഫെസിലിറ്റിയിൽ നിങ്ങൾക്ക് ഇവിടെ ഒന്ന് ഇടാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഈ ഒരു വാഗണാർ VXI 2012 മോഡലിൻ്റെ വിശദാംശങ്ങൾ. നമുക്ക് എത്രയും പെട്ടെന്ന് വേറൊരു കാറിൻ്റെ